സാധാരണ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓരോ ടിന്നിലാക്കി ഞാനങ്ങനെ മാറ്റാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈവനിങ് ഞങ്ങൾ പോയി വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പയറ് പരിപ്പ് അങ്ങനെ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഞാനതൊന്നും ചെയ്യാതെ അവിടെ തന്നെ വെച്ചു. എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഇച്ചൂസിനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ രാവിലെ ആയപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ഇന്നലെ വാങ്ങിച്ച സാധനങ്ങൾക്ക് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് മാത്രമല്ല, എപ്പോഴും കുഞ്ഞുങ്ങളെ കളിക്കുക അല്ലെങ്കിൽ കുറച്ച് പഠിക്കുക ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ പേരെന്താണ്, എന്താണ് അടുക്കള, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കൊച്ചായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞ് വളരണ്ടേ. അല്ലാതെ അവർ ഒരു ടോപ്പ് ലെവലിൽ സ്കൂളിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു ജോലി വാങ്ങിക്കുക ഇങ്ങനെ മാത്രമല്ലാതെ നമ്മളെങ്ങനെ ജീവിക്കുന്നതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു, വീടെന്താണ് എന്നൊക്കെയും കൂടെ അറിഞ്ഞാൽ മാത്രമല്ലേ മറ്റുള്ളവർ സ്നേഹിക്കാനും ജീവിക്കാനും ഒക്കെ ഒരു രസവും അതൊക്കെ അറിയാനൊക്കെ ഉള്ളൊരിതുണ്ടാവുള്ളൂ. ഇതൊക്കെ കഷ്ടപ്പെട്ട് വരുന്നതൊക്കെ അവരറിയണ്ടേ, എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞ് ഭക്ഷണം വരുന്നതെന്നൊക്കെ. അപ്പോൾ അവരും അടുക്കളയുടെ ഒരു ഭാഗമാകണം. അതിന് ചെറുപ്പം മുതൽ അതൊക്കെ അറിഞ്ഞവർ വളരാനുള്ള ഒരു സാഹചര്യം നമ്മളതിനെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അല്ലാതെ വലുതായി കഴിയുമ്പോൾ എൻ്റെ മോൻ ഒന്നും ചെയ്യില്ല, അവനോട് എന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ? നമ്മൾ തന്നെയല്ലേ ഇതെല്ലാം ആദ്യമേ തന്നെ പഠിപ്പിക്കേണ്ടത്. അതുമാത്രമല്ല, ഇതിനോടൊപ്പം അവൻ കളിക്കുകയും പഠിക്കുകയും കൂടിയാണ്. താഴെ വീഴും. ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ആകുന്നത് അതിൻ്റെ വേസ്റ്റ് കൂടി മാറ്റുമ്പോഴാണ്. ബാക്കി വന്ന കവറെല്ലാം പ്ലാസ്റ്റിക് ഇടുന്നിടത്തേക്ക് കൊണ്ടുപോയി വെക്കാനായിട്ട് പറഞ്ഞു. ഇച്ചൂസ് തന്നെ അതെല്ലാം അടുക്കിയെടുത്ത് പ്ലാസ്റ്റിക് വെക്കുന്നിടത്ത് കൊണ്ടുപോയി വെച്ചു. ഇനി പ്ലാസ്റ്റിക് എടുക്കാൻ ആൾ വന്നാലും ഞാൻ അവനെ കൊണ്ട് തന്നെയാണ് പൈസ കൊടുപ്പിക്കുന്നതും പ്ലാസ്റ്റിക് എടുത്ത് കൊടുപ്പിക്കുന്നതല്ല. ഓരോ കിറ്റിനകത്താക്കി പ്ലാസ്റ്റിക്കുകളെല്ലാം വെച്ചേക്കും, അവനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കും. പിന്നീട് ഓരോ ബോട്ടിലും യഥാസ്ഥാനത്ത്, അതായത് സ്റ്റോർ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എല്ലാം കൂടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, ഓരോന്നായിട്ട് എടുത്ത് വെക്കുക, കുറച്ച് നടന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് ഒരു ചെയർ ഇട്ട് കൊടുത്തു. അതിൽ കയറിയിട്ട് മുകളിലോട്ട് അടുക്കി വെച്ചോളാൻ പറഞ്ഞു. അവന് മാക്സിമം അത്രേ കൈയെത്തുള്ളൂ. പിന്നെ നന്നായിട്ട് വെക്കാനൊന്നും അവന് പറ്റില്ല, സൈഡിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അത് മതി, ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്താൽ മതി. പക്ഷേ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം, അത് നമ്മൾ ചെയ്യിപ്പിക്കണം. ഒരു അടുക്കളക്കാരി മാത്രമല്ല, വീട്ടിലെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവർക്ക് കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. ഒരു ബോട്ടിലേക്ക് പയറ് പരിപ്പ് സാധനങ്ങൾ ഇടുമ്പോൾ താഴെ പോവാതെ ഇടുക, താഴെത്തുനിന്ന് പെറുക്കി ഇടുക. അപ്പോൾ അവന് കോൺസെൻട്രേഷനാണ് വർദ്ധിക്കുന്നത്. പിന്നെ അടുക്കും ചിട്ടയും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ താനാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളൊരു സന്തോഷവും അഭിമാനവും, വീട്ടിലെ കാര്യങ്ങളിൽ താനും കൂടെ ഒരു പാർട്ടാണ് എന്നുള്ളത് അവന് കുഞ്ഞിലെ തന്നെ മനസ്സിലാക്കുകയാണ്. എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള അവൻ്റെ സന്തോഷം അത് ഒത്തിരി വലുതായിരുന്നു. അതാണ് ആ തുള്ളലിൽ കാണുന്നത്. गुड बॉय शेख है आ कही